വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. നല്ലൊരു അടിപൊളി മീൻ കറിയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ മീൻ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായോ? നല്ല അടിപൊളി ചൂതക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചൂതയാണ് നമ്മുടെ മീൻ. അത് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറിയാണ് ചൂത മുളകിട്ടത്. ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർത്തിട്ടില്ല, തേങ്ങാപ്പാലും ഒഴിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ നമ്മളൊരു എസൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്ത് എസൻസാണ് മീൻ കറിയിൽ ചേർക്കുന്നതെന്ന്. അപ്പോൾ മീൻ കറിയിൽ ഒരു എസൻസ് ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു സ്പെഷ്യൽ മീൻ കറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മീൻ കറി ചേർത്ത എസൻസ് എന്താണെന്ന് അറിയണ്ടേ? എസൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലാണ് ഇതിൽ ചേർത്ത എസൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ആ എസൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഉള്ളി വഴറ്റി സമയം കളയേണ്ടെന്ന് ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ പുളിയും എരിവും എല്ലാം പെട്ടെന്ന് തന്നെ പിടിക്കുന്ന രീതിയിലാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ എസൻസൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഈ ഒരു സ്പെഷ്യൽ ചൂതക്കറി. ഞാനത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിലേറെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചതച്ചാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. ഇത് മാത്രമാണ് നമുക്കൊന്ന് വഴറ്റാനുള്ളത്, വേറെ ഇനിയൊന്നും വഴറ്റാനില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചക്കുത്തൊക്കെ മാറി ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി അരച്ചതാണ് കേട്ടോ. തക്കാളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 മീഡിയം സൈസിൽ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അരച്ചെടുത്താണ് കേട്ടോ. അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്നൊന്ന് തിളക്കട്ടെ. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികളായിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതും കൂടി എല്ലാം കൂടി ഇരുന്ന് ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമുക്ക് ഇതിലേക്ക് മീനും കൂടി ചേർക്കേണ്ടതാണ്. അപ്പോൾ മീനൊക്കെ വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു ഐറ്റമാണ് എസൻസ്. കൊടംപുളിയുടെ എസൻസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കൊടംപുളിയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊടംപുളിക്ക് പകരം നമ്മൾ ഈ കൊടംപുളിയുടെ എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വീട്ടിൽ തയ്യാറാക്കിയതാണ് കേട്ടോ ഈ ഒരു കൊടംപുളിയുടെ എസൻസ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി. ഞാനിതിൻ്റെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം മാത്രം മീൻ ചേർക്കാം കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. മീനെല്ലാം നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കേണ്ട, ഒരു 1/4 ടീസ്പൂൺ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ചാറൊന്ന് കുറുകാൻ വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത് കേട്ടോ. കാരണം നമ്മളിതിൽ തേങ്ങാപ്പാലും അല്ലെങ്കിൽ തേങ്ങ അരച്ചൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചാറൊന്ന് കുറുകാൻ വേണ്ടി മാത്രമാണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, ഒരു 1/4 ടീസ്പൂൺ. അടിപൊളിയായിട്ടുള്ള ചൂത മുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇരുന്നൊന്ന് കുറുകിക്കൊള്ളൂ കേട്ടോ ചാറ്. അതിനാണ് നമ്മൾ ഉലുവപ്പൊടി ചേർത്തിട്ടില്ലേ. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കരിവേപ്പില അതിൻ്റെ മേലെ വെക്കുന്നു എന്നുള്ളൂ കേട്ടോ. അത് അലങ്കാരം, ഒരു ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. പൊറോട്ട, ചപ്പാത്തി, ചോറ് ഇതൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കോംബോ തന്നെയാണ് കേട്ടോ ഈ ഒരു ചൂത മുളകിട്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടിയ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.